ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഞാൻ ഷാജഹാൻ മോങ്ങം. പള്ളിക്കുളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് അന്ന് പറഞ്ഞ മാതിരി താഴെ ഭാഗമാണ് കേട്ടോ. ആ പടുത്തുകാണ്ട് പുറത്തേക്ക് വെള്ളട്ട് നിന്നിരുന്ന ആ ഭാഗം ഇപ്പോൾ അത് ഫുള്ള് മാന്തി ഒഴിവാക്കിക്കാണ്ട് രണ്ടാമത് ഫൗണ്ടേഷന് ക്ലിയർ ചെയ്യുകയാണ് അവർ പറഞ്ഞ മാതിരി. ലാസ്റ്റേക്ക് മൊത്തത്തിൽ മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് ഇറ്റാച്ച് വെച്ചിട്ട് മാന്തിയിട്ട് മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷൻ രണ്ടാമത് പടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കുള്ളത് ബാക്കി പിന്നീട് ക്ലിയർ ചെയ്യും. പറഞ്ഞിരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗമാണ് പുറത്തേക്ക് തള്ളി നിന്നിരുന്ന ഭാഗമാണ് രണ്ടാമത് പുതിയത് ഇടയിൽ കെട്ട് വന്നിട്ട് അത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതേപോലെ അങ്ങേ ഭാഗം മൊത്തത്തിൽ ആ ഭാഗം അടിഭാഗം മൊത്തത്തിൽ മാറ്റിയിട്ട് രണ്ടാമത് കെട്ടി തുടങ്ങുകയാണ്. ഇനി ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ളൊക്കെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ചീളടിച്ച് ഫില്ല് ചെയ്ത് അടിയിലെ കെട്ടിന് മൊത്തത്തിലൊരു ബെൽറ്റ് വരും. അതേപോലെ അത് ഒരു 3 ഇഞ്ച് മേലെ ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡ് ചില്ലി മെറ്റലിടാന്നുള്ളതാണ് പറഞ്ഞത്. മെറ്റലുള്ള ഫണ്ടിപ്പോൾ ഇല്ലെങ്കിലും അടുത്ത ഘട്ടമായിട്ട് അത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ചളിയും കാര്യങ്ങളൊക്കെ വാരി ഇതായി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രീതിയിലൊക്കെ ക്ലിയർ ആവും. ഏതായാലും കുളത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനാണ്. ഇപ്പോൾ നിലവിൽ ആ താഴെ ഭാഗം മാന്തിയതൊക്കെ അടിഭാഗത്ത് തന്നെ ക്ലിയർ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ആ ഭാഗം തന്നെ അയച്ച് പണിത് ക്ലിയർ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഭാഗവും ഒക്കെ ക്ലിയർ ആക്കി. ഇനി മൊത്തത്തിൽ ടോട്ടലി ഇതിൻ്റെ കെട്ടിൻ്റെ മുകളിലൂടെ വരുന്ന ഭാഗം മൊത്തത്തിൽ ഇതിൽ 4 ഭാഗം കൂട്ടിയിട്ട് ബെൽറ്റ് ഇടും എന്നുള്ളതാണ് ഇതിന് അനുബന്ധമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ അനീസ് ബാബു മെമ്പറും അതേപോലെ ഈ വാർഡിൻ്റെ ശരീക്കത്ത് അതേപോലെ ജാബിർ ഒക്കെ എല്ലാ മുഖത്തെ വാർഡിലെ 3 മെമ്പർമാരും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇനി അതിന് ബെൽറ്റ് വാർത്തിട്ട് അതിൽ മെറ്റൽ നിരത്തുക എന്നുള്ളതാണ്. മെറ്റലുള്ള ഫണ്ട് നമ്മൾ തുടക്കത്തിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിപ്പോൾ നിലവിലില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലെങ്കിലും അത് ആഡ് ചെയ്തിട്ട് അടുത്ത ഘട്ടത്താക്കാം. ഏതായാലും അടിയിലുള്ള ഫൗണ്ടേഷൻ ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് എടുത്താലും മതി. ഇപ്പം ഏതായാലും നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ തുടർന്നും മറ്റുള്ള ഓരോരോ പ്രവർത്തനങ്ങളിലും മറ്റുള്ളൊക്കെ മെമ്പർമാരോട് കൂടുതൽ നിന്നുകൊണ്ടും എന്തെങ്കിലും പാട്ടുകളോ മറ്റുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചുകൊണ്ട് അതിന് വേണ്ടുന്ന അഭിപ്രായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇടവകലുകൾ അതിൻ്റെ വേണ്ട സമയത്ത് ഇടപെടുക. ഒക്കെ കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ പ്രചരണായുധമായിട്ട് മാത്രം ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ഇതൊരു നല്ല മുന്നേറ്റമായി കണ്ട് നല്ല രീതിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി. എല്ലാ വിവാദങ്ങൾക്കും ചർച്ചകൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഇടപെടലുകളും കാര്യങ്ങളൊക്കെ കൃത്യമായതുകൊണ്ടും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടും നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും 4 വാർഡിനായിട്ട് ഉള്ള ഒരു തണ്ണീർക്കുളം നല്ല രീതിയിൽ മോങ്ങത്തിൻ്റെ ജനങ്ങൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ നീന്തം പഠിക്കാനും നീന്തം പഠിച്ചവർക്കത് നീന്തി തുടിക്കാനുമൊക്കെ ഉപയോഗപ്രദമാകും എന്നുള്ള നല്ലൊരു ശുഭപ്രതീക്ഷയിൽ ഇനി ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.